കോട്ടയം ജില്ലയുടെ തിരക്കുകളിൽ നിന്ന് മാറി കൂരോപ്പട എന്ന ശാന്തമായ ഗ്രാമത്തിൽ പ്രകൃതി ഒളിപ്പിച്ചുവെച്ച ഒരു അത്ഭുതമാണ് മാത്രമല. വെറുമൊരു കുന്നിൻ മുകളിലെ ക്ഷേത്രം എന്നതിലുപരി ആത്മീയതയും പ്രകൃതിഭംഗിയും ഒന്നുചേരുന്ന ഒരിടം. സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മലമുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മെ സ്വാഗതം ചെയ്യുന്നത് മനസ്സിനെ കുളിർപ്പിക്കുന്ന തണുത്ത കാറ്റാണ്. കൂരോപ്പട എന്ന പേരിന് പിന്നിൽ ഒരു യുദ്ധചരിത്രമുണ്ട്. തെക്കുംകൂർ രാജാക്കന്മാരുടെ കാലത്ത് ശത്രുക്കളെ നേരിടാൻ സൈന്യം തമ്പടിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇത്. മാത്രമലയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ നാലുപാടും വ്യക്തമായി കാണാം എന്നതുകൊണ്ട് ഇതൊരു നിരീക്ഷണ കേന്ദ്രമായും ഉപയോഗിച്ചിരുന്നു. മാത്രമല ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തെ വിശ്വാസികൾ ദക്ഷിണ കുടജാദ്രി എന്നാണ് വിളിക്കുന്നത്. മൂകാംബികയുടെ ചൈതന്യം കുടികൊള്ളുന്ന കുടജാദ്രി മലനിരകളോട് സാദൃശ്യമുള്ള ഭൂപ്രകൃതിയും ശാന്തതയുമാണ് ഈ പേരിന് പിന്നിൽ. പുരാതന തെക്കുംകൂർ രാജവംശത്തിന്റെ വീരഗാഥകൾ ഉറങ്ങുന്ന ഈ മണ്ണിൽ ഒരിക്കൽ യുദ്ധമുറകൾ അഭ്യസിച്ചിരുന്ന സൈനികരുടെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ സപ്തമാതൃക്കളെ ബ്രാഹ്മി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി ആരാധിക്കുന്നുണ്ട്. മലബാർ ഭാഗത്തുനിന്നും കുടിയേറിയ നായർ കുടുംബങ്ങളാണ് ഈ ആരാധനാക്രമം ഇവിടെ എത്തിച്ചതെന്നാണ് പറയപ്പെടുന്നത്. കാലാന്തരത്തിൽ മലബാർ ഭാഗത്തുനിന്ന് കുടിയേറിയ കുടുംബങ്ങളാണ് ഇവിടെ സപ്തമാതൃക്കളെയും രാജരാജേശ്വരിയെയും പ്രതിഷ്ഠിച്ച് ആരാധന ആരംഭിച്ചത്. മാത്രമലയുടെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കണമെങ്കിൽ വൈകുന്നേരങ്ങളിൽ അവിടെ എത്തണം. മലമുകളിൽ നിന്ന് ചുറ്റും നോക്കിയാൽ പച്ചപ്പിൽ പുതച്ചു നിൽക്കുന്ന കോട്ടയം നഗരത്തിന്റെ വിദൂര ദൃശ്യങ്ങൾ കാണാം. തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ദൂരെ കിഴക്ക് വാഗമൺ മലനിരകളുടെ നിഴലുകളും പടിഞ്ഞാറ് ആലപ്പുഴയുടെ അതിരുകളും കാണാൻ സാധിക്കും. അസ്തമയ സൂര്യന്റെ ചുവപ്പ് പടരുന്ന ആകാശത്തിന് താഴെ മലമുകളിലെ പുൽമേടുകളിൽ ഇളങ്കാറ്റേറ്റിരിക്കുന്നത് ഏതൊരു സഞ്ചാരിക്കും മറക്കാനാവാത്ത അനുഭവമായിരിക്കും. രാത്രികാലങ്ങളിൽ ആകാശം തെളിഞ്ഞതാണെങ്കിൽ മാത്രമലയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ കിലോമീറ്ററുകൾ അകലെയുള്ള ആലപ്പുഴ ലൈറ്റ് ഹൗസിന്റെ പ്രകാശം മിന്നുന്നത് കാണാൻ സാധിക്കുമെന്ന് നാട്ടുകാർ പറയാറുണ്ട്. ആധുനികതയുടെ ബഹളങ്ങളില്ലാത്ത പ്രകൃതിയും ദൈവവും ഒന്നാകുന്ന ഈ മലമുകളിലേക്ക് കോട്ടയത്ത് നിന്ന് മണർക്കാട്, പാമ്പാടി വഴി എളുപ്പത്തിൽ എത്തിച്ചേരാം. പ്രാർത്ഥനയ്ക്കും ഏകാന്തതയ്ക്കും ഒരുപോലെ അനുയോജ്യമായ മാത്രമല ഓരോ യാത്രികന്റെയും ലിസ്റ്റിൽ ഉണ്ടാകേണ്ട ഒരിടമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു യാത്രയുമായി വീണ്ടും കാണാം.